പണ്ടത്തെ പോലെ അല്ല. പണ്ടവൻ ഒറ്റത്തടിയായിരുന്നു. ഇപ്പൊ അവനെ വിശ്വസിച്ച് ഒറ്റ നിമിഷത്തിൽ അവനെ കണ്ടിട്ട് തല താഴ്ത്തി താലി ചേർത്താൻ നിന്നുകൊടുത്ത ഒരു പെൺകുട്ടിയുണ്ട്. എന്താ പുതിയ പ്രശ്നം? അവന് വേറെന്തോ ഒരു അഫയർ ഉണ്ടെന്ന്. ഒന്നോ? ഞാനൊരു പെണ്ണാ. ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് കുലുങ്ങിച്ചിരിക്കാൻ പറ്റത്തില്ല. ഗർഭത്തിൽ വെച്ച് കരിച്ചു കളയേണ്ടതായിരുന്നു അവനെ. ജന്മം കൊടുത്തതും മടിയിലിരുത്തി ചോറൂണ് നടത്തിയതും പിന്നെ ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയതുമെല്ലാം എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂ അവനെ? അവൻ ഇങ്ങനെ ആയതിന് പിന്നിൽ നിങ്ങൾക്കൊരു പങ്കില്ലേ? അവനോട് ദയയോടെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഓ, പറഞ്ഞു വരുമ്പോ ഞാൻ കഥയിൽ ചാക്കോ മാഷ്, നീ പൊന്നമ്മച്ചി. ഇനി അവനെ ഉപദേശിച്ചും ലാളിച്ചും നേരെയാക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? എന്തായാലും എനിക്കതിന് കഴിയില്ല. ഒരു പെണ്ണിന്റെ കണ്ണീര് ഭൂമിക്ക് ഉപ്പാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാറാനോ ലാളിക്കാനോ ഇനി പറ്റില്ല. കാരണം ഞാനൊരു ജസ്റ്റിസാ. എന്റെ മുന്നിൽ പ്രതിക്കൂട്ടിൽ കണ്ണീരോടെ കൈകൂപ്പി നിൽക്കുന്ന അതേ കണ്ണിൽ നോക്കി നിർദാക്ഷിണ്യം വിധി പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ്. വിധി അത് മാത്രമാണ് എന്റെ ശരി. അവന്റെ വിധി അവൻ തീരുമാനിക്കട്ടെ. തന്തക്കാരനായി ജനിച്ച ജന്തു. അത് ഞാൻ പറയുന്ന പോലെ. ഞാനിപ്പോ വിളിക്കാവേ, നല്ലൊരു എന്റർടൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അമ്മ മഴക്കാറിന് പാതിമേ മറഞ്ഞതെന്തേ? ഇതെന്താ പൊടിയൊക്കെ? അമ്മ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പൊ വരുമെന്ന്. ഞാൻ വന്നല്ലോ. ഡയമണ്ട് നെക്ലേസ്. ഡയമണ്ട് നെക്ലേസ്. ഡയമണ്ട് നെക്ലേസോ? എന്താ കാര്യം? അതമ്മേ, ഞാൻ ആ പഴയ സിനിമയില്ലേ ഡയമണ്ട് നെക്ലേസ്, നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റിൽ അഭിനയിച്ച ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയില്ലേ, അത് പറഞ്ഞതാ. പക്ഷേ ഒരു ഡയമണ്ട് നെക്ലേസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ വലുതായിരിക്കും.
നന്ദേട്ടാ, ചക്കി അടുത്തില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടം തന്നെയാ. അവൾ അകന്നു പോയത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സ് നോവിച്ച് ചക്കി പോയപ്പോ ഉള്ളിലൊരു കുഞ്ഞു വളരുന്നു. ഒരേ സമയം സങ്കടവും സന്തോഷവും. പിന്നെ നന്ദേട്ടൻ പറയുന്നത് പോലെ എല്ലാം ശരിയാവും എന്നൊരു പ്രതീക്ഷ. നന്ദേട്ടന്റെ വാക്കുകളാണല്ലോ എന്റെ ബലവും എന്റെ ഒരു വിശ്വാസവും. അതുകൊണ്ട് ഞാനിപ്പോ സന്തോഷിക്കാൻ ശ്രമിക്കുവോ? ശ്രമിക്കണം. താനൊന്ന് കോൺഫിഡൻസോടെ ഇരുന്ന എല്ലാം തിരികെ വന്നോളൂ. തിരികെ വരുമ്പോ അത് കാണാൻ നമ്മളും അവശേഷിക്കണം. അത് മാത്രം ഓർത്താ മതി. കഴിക്ക. ഇത്രയും വേണ്ട നന്ദേട്ട. ആ, എടോ, ഇത് തനിക്ക് മാത്രമല്ല, നമ്മുടെ മോനും കൂടി ഉള്ളതാ. കഴിക്ക. എന്തിനാ ഇങ്ങനെ ഒരു പൂജ എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഇപ്പൊ ഐശ്വര്യത്തിന് എന്താ കുറവ്? ഓ, ഐശ്വര്യം നിറഞ്ഞ തുളുമ്പുവാണല്ലോ. നീയും നിന്റെ അമ്മയും കൂടി ഉണ്ടാക്കുന്ന ഐശ്വര്യക്കേടെ ഇവിടെ ഉള്ളൂ. അങ്ങനെ പറച്ച അതാണ്. ഉള്ള ഐശ്വര്യം ഇല്ലാതാക്കിയിട്ട് പുറത്തുനിന്ന് ഐശ്വര്യം കൊണ്ടുവരാനായിട്ട് പൂജ നടത്താൻ പോവാ. പൂജ വേണം. അത് പുള്ളയാർപ്പെട്ടിയിലെ സ്വാമി പ്രത്യേകം പറഞ്ഞതാ. പൂജ നടത്തിക്കഴിഞ്ഞ മാഷിന്റെ ആയുരാരോഗ്യത്തിനും പിന്നെ അനുക്കുട്ടിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടിയാ ഈ പൂജ. പൂജ നടത്തണ്ടേ മോളെ? അമ്മ, അത് സ്വാമി പറഞ്ഞതല്ലേ. പിന്നെ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി ഒരു പൂജ നടത്തുന്നതിൽ തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. ശരിയല്ലേ അച്ഛാ? എല്ലാവർക്കും നല്ലത് വരാനായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്നാലും വിശ്വാസം ആകാം. പക്ഷെ ഒരുപാട് അന്ധവിശ്വാസങ്ങളാകരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ സർവേശ്വര പൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ വീട്ടിലെ കുഴപ്പങ്ങളൊക്കെ മാറിപ്പോവെങ്കിൽ ഇവള് പിന്നെ എന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ. ശശാങ്കേട്ടാ, വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. ഓ, ഞാൻ ഒന്നിനും വരുന്നില്ല. ആയുസ്, ആരോഗ്യം, ഐശ്വര്യം, ഇതിനു വേണ്ടി ഭഗവതി സേവയും മഞ്ഞൾ പറയും നടത്തണം. എല്ലാം സ്വാമി പറഞ്ഞതാ. അറിവുള്ളവര് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയുമ്പോ നമ്മളതനുസരിക്കണ്ടേ? ശരി, എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ നടക്കട്ടെ. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? അതെ, ഞങ്ങൾ ഇവിടെ ഒരു പൂജ നടത്തുന്നതിനെ കുറിച്ച് പറയായിരുന്നു. പൂജയോ? എന്തിന്? ആടാ, സർവൈശ്വര്യ പൂജയാ. കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവാൻ. ആഹാ, അത് കൊള്ളാലോ. എന്നാ പൂജ? ഡേറ്റ് തീരുമാനിച്ചോ? എത്രയും പെട്ടെന്ന് നടത്തണം. അതൊക്കെ എന്നാന്ന് വെച്ചാ അമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചോ, അല്ലേ അച്ഛാ? അതെ അതെ, വിശ്വാസം കൂടുതലുള്ളവര് എല്ലാം തീരുമാനിക്കട്ടെ. നമുക്കും ഒപ്പം കൂടാ. നീ വന്ന കാലിൽ തന്നെ നിൽക്കാതെ പോയി കുളിച്ച് വേഷമൊക്കെ മാറ്. ചെല്ലി ചെല്ലി. എന്താണ് ശശാങ്കേട്ടൻ ചക്കി പിണങ്ങിപ്പോയപ്പോഴാ ഒരമ്മ മനസ്സിന്റെ സങ്കടം എനിക്ക് അതിന്റേതായ അർത്ഥത്തിലും ആഴത്തിലും അറിയാൻ കഴിഞ്ഞത്. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാൻ കൊതി തോന്നുന്നു നന്ദേട്ട. സന്തോഷമേ ഉള്ളൂ എനിക്ക്. പക്ഷേ അമ്മ സമ്മതിക്കൂ?
ചിന്തിച്ചിട്ടുണ്ടോ? അതറിയില്ല നന്ദേട്ട. ഇത്രയും വർഷത്തിനിടെ ഞാൻ വിളിച്ചിട്ട് അമ്മ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് അത്രയും അമ്മ കൃത്യമായും കേട്ടിട്ടുണ്ട്. അതിനർത്ഥം അമ്മയുടെ മനസ്സിലെ സ്നേഹത്തിന്റെ ഉറവ വറ്റിയിട്ടില്ല എന്നല്ലേ? എന്റെ ശബ്ദം കേൾക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്നല്ലേ? അല്ലേ നന്ദേട്ട? വയറ്റിൽ പിറക്കുന്ന മക്കളെ മനസ്സിൽ നിന്ന് മുറിക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മയ്ക്കാവോ? നമുക്ക് പോവാം. പക്ഷേ എന്നെ കാണാൻ സമ്മതിക്കുമെന്ന എന്നോട് മിണ്ടുവന്ന എന്നാലും സാരമില്ല, ഞാനങ്ങോട്ടും മാറി നിന്നോളാം. അല്ലെങ്കിലും നന്ദന്റെ അതൊരു അരിക ജീവിതമാണല്ലോ. നന്ദേട്ട ഇങ്ങനൊന്നും പറയല്ലേ. എന്റെ നന്ദേട്ടൻ ആരുടെയും മുമ്പിൽ സങ്കടപ്പെടരുത്, തല താഴ്ത്തരുത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 19 വർഷവും ഞാൻ അറിയില്ലേ നന്ദേട്ടന്. എന്തിനാ എന്നോടൊരു വിശദീകരണം? ചുമ്മാ കുശുമ്പ് കുന്നായ്മയൊക്കെ പറയാതെ ഇങ്ങോട്ട് കയറി വാ മോളെ. എന്തായാലും പുതിയ സ്കൂട്ടർ കിട്ടിയ സന്തോഷത്തിൽ വന്നപ്പോ ഇത്തിരി മധുരമൊക്കെ കൊണ്ടുവരാമായിരുന്നു. അയ്യോ, ഞാൻ മധുരം തരാനും സന്തോഷം പങ്കുവെക്കാനും ഒന്നും വന്നതല്ല. എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എനിക്കൊരു വേലക്കാരിയുടെ സ്ഥാനം അല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ പാടെ എനിക്ക് പുതിയ സ്കൂട്ടർ വാങ്ങിച്ചു തന്നത്. മോൾ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ നിനക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലേ? നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടില്ലേ? ഉപേക്ഷിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തല്ലോ. അപ്പൊ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. കണ്ടല്ലോ എന്റെ പുതിയ സ്കൂട്ടർ. എന്നാ പിന്നെ പോട്ടെ. മോളെ അങ്ങോട്ട് മാറി നിക്ക. ഞാൻ എന്റെ മോന് എന്റെ ശ്വാസം ഊതി ഊതി കൊടുക്കുമല്ലേ. അങ്ങനെ പോതണ്ട കൊള്ളൻ. ആ, നാളെ രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോണം. താൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? അയ്യോ ഇല്ലേ, എന്നെ ഒരു കെട്ട് മരുന്ന് കൂടി കഴിപ്പിക്കാനല്ലേ. നടക്കട്ടെ ഡോക്ടറും നന്ദേട്ടനും തമ്മിലുള്ള ഗൂഢാലോചന. നമ്മുടെ മോന് വേണ്ടിയല്ലടോ, അവന്റെ ആരോഗ്യം അതാണ് നമ്മുടെ സമ്പാദ്യം അല്ലേ? അതൊന്നും അല്ല, എന്റെ നന്ദൻ ചെക്കന് എന്റെ ആരോഗ്യം മാത്രമാ പ്രധാനം. ആ പിന്നെ ഒരു കാര്യം അങ്ങ് തുറന്നു പറയുക. പറയണോന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓർക്കുന്നു. എന്ത്?
ഇപ്പൊ വാ തുറന്ന മോൻ 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 എന്നേ കേൾക്കാനുള്ളൂ. എനിക്കത് അത്ര പിടിക്കുന്നില്ല കേട്ടോ. എന്നോടിപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ ഡയലോഗ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. എന്ത്? മൂത്ത മകള് ഞാനാണെന്ന്. അത് പിന്നെ അങ്ങനല്ലേ, ആര് വന്നാലും പോയാലും എന്റെ സംഗീത പെണ്ണിന് എന്റെ മനസ്സിലുള്ള തട്ട് താണ് തന്നെ ഇരിക്കും. ആ, സാവിത്രി ചിറ്റ അടുത്ത ദിവസം വരും. അവിടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന്. അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. വരട്ടെ. വീട്ടിൽ ആളുകളുടെ എണ്ണം കൂടുന്നത് ഒരു സന്തോഷമാണോ? കുറച്ചു ദിവസം കഴിയുമ്പോ നമ്മുടെ കുഞ്ഞുണ്ണിയും കൊള്ളാമോ? ആഹാ, കൊള്ളാം. പക്ഷേ ഒരു സ്റ്റൂള് വേണം ഇതിനകത്തോട്ട് കേറാൻ. ഏയ്, ഒന്ന് പോവാമേ. അമ്മയ്ക്കൂടെ ഇതുപോലെ ഒരെണ്ണം വാങ്ങാൻ ഞാൻ വെച്ചതാ. അയ്യോ, ആ എന്നിട്ട് വേണം ഞാൻ വീണ് നടുവൊടിയാൻ. അതെ, നീ തന്നെ കുഴമ്പിട്ട് തിരുമ്മി തരേണ്ടി വരും കേട്ടോ. അതിനെന്താ, എന്റെ അമ്മയല്ലേ. അയ്യോ, ഒരുപാട് പതപ്പിക്കല്ലേ എന്റെ പൊന്നുമോളെ. ദേ, എനിക്ക് താഴെ പണിയുണ്ട്. ജസ്റ്റിസെ ഒരു ഗ്രീൻ ടീ ചോദിച്ചിട്ടിരിക്കുക. ചായ കിട്ടാത്ത സിംഹത്തിന്റെ നിശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരിക്കും. ചിലപ്പോ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്നും വരും. അയ്യോ, ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സാർ, ഞാൻ വിളിച്ചോളാം. എന്താ എന്താ ചെല്ലത്? സേനേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ആ പിശാച് നമ്മുടെ മോളെ കൊല്ലുന്നു. അതിന് പ്രതാപൻ എന്ത് ചെയ്തു? അവനൊന്നും ചെയ്യേണ്ടത് അവള് ചെയ്തു. എന്നുവെച്ചാ അവളെ കയ്യില് ഞാനും ഭർത്തൂന്ന് പോരെ. എന്റെ മോള് സേനേട്ടാ, എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയ അവന്മാരെ, ആ ചേട്ടനെ അനിയനെ ഞാൻ അവിടെ ഇട്ട് തീർക്കും. നീ ഒന്ന് സമാധാനിക്കും. എന്റെ ഭഗവാനെ. ഇനി തന്നെ കൊന്നല്ലോ അല്ലേ എന്റെ മോളെ? അങ്ങനെയൊന്നും പറയരുതേ. കുട്ടി ഒരു അബദ്ധം കാണിച്ചു. കുട്ടി അബദ്ധം കാണിക്കണമെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടായിട്ടല്ലേ? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച വകുപ്പുകൾ ന്യായമൊന്നും അന്നേരം പറഞ്ഞോണ്ട് വന്നേക്കരുത്. അല്ല, നിങ്ങളിതൊരു ഇഷ്യൂ ആക്കരുത്. ആരും അറിയാതിരിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കാര്യം. എനിക്ക് വലുത് എന്റെ മോളാ. ജലജെ, നമ്മളിവിടെ ഒരു വഴക്കുണ്ടാക്കാൻ വന്നതല്ല. മിണ്ടരുത് സേനേട്ടൻ. സ്വന്തം മോൾ ഇവിടെ ജീവിക്കോ മരിക്കോ എന്നറിയാതെ കിടക്കുക. അന്നേരം ന്യായം പറഞ്ഞോണ്ട് വന്നേക്കരുത്. എന്റെ പൊന്നു മോളെ, എന്തിനാ മോൾ ഇങ്ങനെ ചെയ്തേ? സങ്കടം സഹിക്കാൻ വയ്യാണ്ട് പോയതുകൊണ്ടമ്മ. എന്റെ മോക്ക് സങ്കടം വരുമ്പോ അമ്മയെന്നൊന്ന് വിളിച്ച പോരായിരുന്നോ? ഞാനില്ലേ എന്റെ പൊന്നിന്? ഞങ്ങളില്ലേ? എടോ, നീ പറഞ്ഞ് കുഞ്ഞിനധികം വിഷമിപ്പിക്കണ്ട. ഒരബദ്ധം, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് മോളിങ്ങനെ കിടക്കുന്നൊന്നും കാണാൻ പറ്റില്ല. സ്വന്തം മരണം വരെ മക്കള് ജീവിച്ചിരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരാ അമ്മമാര്. ഭൂമിയിലേക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ പിറക്കുന്നത് ഒരു കുഞ്ഞു മാത്രല്ല, ഒരമ്മ കൂടിയ.
എന്റെ പൊന്നുമോളെ, പൊന്നുമോളുടെ വിളി കേൾക്കാത്ത ലോകത്ത് അമ്മ എങ്ങനെ ജീവിക്കുക? മോളെ, മോളെ, ഞാൻ പറഞ്ഞില്ലേ ജലജെ, കുഞ്ഞിന് എല്ലാം മനസ്സിലായി. അമ്മയുടെ പൊന്നുമോള് ഒന്നും ഓർക്കാതെ ഉറങ്ങ. ഉറങ്ങിക്കോ. ഇടത്തും വലത്തും അച്ഛനും അമ്മയും കാവലുണ്ട്. മോളെ ഉറങ്ങിക്കോ. ഈശ്വര, ഞങ്ങള് വരണം, വന്നേ പറ്റൂ. നല്ല ചായ മധുക്കരയിലെ തോട്ടത്തിൽ നിന്നാവും അല്ലേ? ഇറങ്ങും. അപ്പൊ പൂജയ്ക്ക് രാവിലെ തന്നെ എത്തണം. ഏതോ ഒരു കുള്ളയാർപ്പെട്ടി സ്വാമിയാ പൂജയുടെ കസ്റ്റോഡിയൻ. ലക്ഷ്മി പറഞ്ഞതാ. ആ, നിങ്ങളെ വിളിക്കുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വരുമ്പോ എല്ലാ പിണക്കും അവിടെ തീർക്കണം. പൂജ കഴിയുമ്പോ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വരുത്തണം. അപ്പൊ ഇറങ്ങട്ടെ. പോവാം അല്ലേ നന്ദേട്ടാ? ആ, പോവണം. ഐശ്വര്യം തിരികെ വരട്ടോ. എവിടെ പോയി കിടക്കാണോ എന്തോ. ലക്ഷ്മി, ഇതെവിടെ പോയിരുന്നു? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിന്? ഇത്ര നേരമായിട്ട് മാഷിനെ കണ്ടില്ല. എവിടേക്കാ പോന്നേന്നൊന്നും പറഞ്ഞുമില്ല. ഫോൺ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. പിന്നെ എങ്ങനെയാ പേടിക്കാതിരിക്കുന്നത്? എവിടെ പോയാലും ഞാൻ ഇങ്ങോട്ട് വരില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ചുമ്മാ പേടിക്കാൻ നിൽക്കുന്നത് എന്തിനാ? അല്ല, സമയവും വല്ലാത്തതാ, അതാ പേടി. സമയമൊന്നുമല്ല, സഞ്ചരിക്കുന്ന വഴിയാ നോക്കേണ്ടത്. അല്ല, മാഷിത് എവിടെ പോയതാ? ലക്ഷ്മി, എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോ വീട്ടുകാരും ആവാം, അല്ലെങ്കിൽ നാട്ടുകാരും ആവാം. ആദ്യമായിട്ടല്ലല്ലോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ പോകുന്നത്. അതല്ല, എന്നാലും രാത്രിയിലൊരു യാത്ര, അതുകൊണ്ട് ചോദിച്ചതാ. രാത്രി യാത്രയ്ക്ക് എന്താ കുഴപ്പം? പിന്നെ കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം കിട്ടിയാ കൊള്ളാം. ഞാൻ പോയത് എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ഒരു സ്ഥലത്തേക്കാ. അതോർത്ത് ലക്ഷ്മി വിഷമിക്കണ്ട. പിന്നെ നിന്റെ ആങ്ങള ചന്ദ്രസേനെ പോലെ അപകടം പിടിച്ച മേഖലകളിലൂടെയുള്ള യാത്ര എനിക്കില്ല. ഞാനൊരു സാധുവാ, അറിയാലോ. ഓ, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എനിക്കൊട്ട് അറിയാൻ വേണ്ട. ചൂടുവെള്ളല്ലേ വേണ്ടേ? അതിപ്പോ കൊണ്ടുവരാം. ചോദിക്കാൻ വന്ന് എന്നെ ഈ 2 ടാബ്ലറ്റ്സും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെ ഈ ടാബ്ലറ്റ് കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടേനെ. താൻ വിഷമിക്കേണ്ട ചക്കി, ഒന്നും സംഭവിച്ചില്ലല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാലും വിപിൻ ചേട്ടാ, ഇതെങ്ങനെ? കണ്ടുപിടിക്കണം, കണ്ടുപിടിക്കും ഞാൻ.
ഇന്നലെ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ എടുത്തെന്നാരാ? നിനക്കവിടെ എല്ലാരും പരിചയമുള്ളതല്ലേ? അത് പുതിയതായിട്ട് വന്നൊരു ചേച്ചിയായിരുന്നു ഫാർമസിയില്. പിന്നെ നീലിമേച്ചി ഉണ്ടായിരുന്നു. നീലിമയാണോ നിനക്കുള്ള മെഡിസിൻ എടുത്തത്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല വിപിൻ ചേട്ടാ. പേര് വിളിച്ചപ്പോ അമ്മയാ പോയി മെഡിസിൻ വാങ്ങിയത്. ഹലോ. ആ പറ ഡോക്ടറെ, എന്തുണ്ട് വിശേഷം? അനുക്കുട്ടി ഉറങ്ങിയോ? അനുക്കുട്ടിയുടെ വിശേഷം അറിയാൻ നീ ഉറങ്ങാതെ കാത്തിരിക്കുകയാണോ? നാളെ നീ ഞാനും മുഖാമുഖം കാണും. ബാക്കി അപ്പ പറയാം. ആലോചിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് എന്റെ മോർണിംഗ് വന്നെങ്കിലെന്ന്. നന്ദേട്ടൻ ഇപ്പോ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ എന്ത് ചിന്തിക്കാനാണോ? ജീവിതത്തിൽ മുന്നോട്ട് നടക്കാൻ അവശേഷിക്കുന്ന ഒരേ ഒരു പ്രതീക്ഷ ഇതല്ലേ? അങ്ങനൊന്നും പറയണ്ട. വേറെ എന്തെല്ലാം പ്രതീക്ഷകളുണ്ട്. ഞാൻ നരച്ച് നരച്ച് വയസ്സായി, പല്ലൊക്കെ കൊഴിഞ്ഞ്, അങ്ങനെയുള്ള എന്നെ കാണണ്ടേ? ആ അത് വേണം. പല്ലു കുഴിഞ്ഞ സംഗീത അമ്മൂമ്മയ്ക്ക് മുറുക്കാനിടിച്ച് തരികയും ചെയ്യാം. പോരെ? ഒന്ന് പോയി നന്ദേട്ട. അതല്ലടോ, പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ മുഖം കാണുന്നുള്ളത് ഏതൊരച്ഛന്റെ അമ്മയുടെയും ഏറ്റവും വലിയ സ്വപ്ന. ആ കുഞ്ഞു മുഖം ഒന്ന് കാണുക, ആ മുഖത്ത് വിടുന്ന പുഞ്ചിരി ആസ്വദിക്കുക, ചിണുക്കം കേൾക്കുക. അങ്ങനെ അങ്ങനെ എന്താ ശരിയല്ലേ? ഓവ, ഞാനും എപ്പോഴും ചിന്തിക്കുന്നത് ഇത് തന്നെയാ നന്ദേട്ട. പിന്നെ എന്റെ ചക്കിയുടെ കുഞ്ഞിനെയും കാണണം, ലാളിക്കണം, കൊഞ്ചിക്കണം. നന്ദേട്ട, നമുക്കേ നമ്മുടെ ഉണ്ണി പിറന്നു കഴിഞ്ഞ് എല്ലായിടത്തും പോണം. എല്ലാവരുമായുള്ള പിണക്കങ്ങളും വഴക്കും ഒക്കെ പറഞ്ഞു തീർക്കണം. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി സന്തോഷത്തോടെ ജീവിക്കണം. വേണ്ടേ? ആ വേണം. അതിനാണല്ലോ നമ്മുടെ ഉണ്ണി വരുന്നത്. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ഇവളുടെ കയ്യിലെ മുറിവ് ഉണങ്ങുമായിരിക്കും. പക്ഷെ എന്റെ മനസ്സിലെ മുറിവ് എന്നെങ്കിലും ഉണങ്ങുക. നിങ്ങളുടെ സങ്കടം കാണുമ്പോൾ നിങ്ങളെക്കാട്ടിൽ മനസ്സിന് സങ്കടമുള്ളവരാണ് ഞങ്ങള്. ഒരുപാട് പേരെ പ്രതിക്കൂട്ടിൽ നിർത്തി വിധിച്ചിട്ടുള്ള ഞാൻ ഇപ്പോ സ്വയം എന്റെ വിധിക്കൂട്ടിലാണ്. പക്ഷേ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. പരിഹാരം നമ്മൾ കാണണം. പനി വന്നെങ്കിലല്ലേ നമുക്കതിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. സേന, അപ്പോൾ ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം ഞാൻ പറയട്ടെ? തീർച്ചയായും പറയൂ, പ്ലീസ്. പ്രമോളും പ്രതാപനും ഇവിടുന്ന് മാറി താമസിക്കണം. ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയില്ല. വന്ന സന്തോഷം. അല്ലെങ്കിൽ വേറെ വീട് വാങ്ങിക്കൊടുക്ക. ഞാൻ വരില്ല. എന്തുകൊണ്ട്? എന്റെ അനിയൻ എന്ന് പറയുന്നവന്റെ മുമ്പിൽ തോക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ.
മോനെ മടിയിലിരുത്തി വാഴയിലയിൽ ഊട്ടിയപ്പോ അടുക്കളപ്പുറത്ത് ഇരുട്ടത്തിരുത്തി വട്ടയിലയിൽ സ്നേഹം വിളമ്പി തന്നവരാ ഇവര്. എന്റെ അച്ഛനും അമ്മ. എടാ മോനെ, അമ്മ മിണ്ടരുത്. എടാ, നിന്റെ കയ്യിലിരിപ്പല്ലേ ഇതിനൊക്കെ കാരണം? സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. ചൊറിയാൻ നിൽക്കരുത്. കാരണം മാന്താനുള്ള മാനസികാവസ്ഥയല്ല ഞാൻ. പ്രതാപ, നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതില് ഞങ്ങളുടെ മോളൊന്ന് പിടിച്ചു. നിങ്ങൾക്കിടയിലേക്ക് ഇട്ടു തന്ന എല്ലും കഷ്ണമൊന്നും അല്ല ഇത്. ഞങ്ങളുടെ മോളാ. ഇവളെന്റെ വയറ്റ് കുരുത്തപ്പം മുതൽ ഇവൾക്കൊപ്പം വളർന്നത് എന്റെ സ്വപ്നങ്ങൾ കൂടിയാ. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, അത് ഉറപ്പ്. പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുകയല്ലേ. ഇനി എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല. ബാക്കിയെല്ലാം ഇവള് തീരുമാനിക്കും. നമുക്ക് പോവാൻ സേനേട്ട. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതുന്ന പോലെ പ്രതാപനോട് സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. നീ വരുന്നോ? ഇല്ലമ്മേ, പ്രതാപേട്ടനെ വിട്ട് ഞാൻ വരില്ല. ജലജ, കുട്ടികളെ ഒന്നിച്ചു നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഒരു കാര്യം മോൾ ഓർത്തോളണം. ചാവാനാണെങ്കിലും സ്വന്തം വീടാ നല്ലത്. സ്വസ്ഥതയോടെ ചാവാ. ജലജ, അന്നത്തെ പോലെ ഒരു കാപ്പി പോലും കുടിക്കാതെ പോവാണോ? കാപ്പി കുടിക്കുമ്പോ അതിൽ മധുരം രുചിക്കണം. ഉപ്പ് ചോദിച്ചാ തൊണ്ടേന്നിറങ്ങില്ല. പോട്ടെ. എന്നാ അച്ഛൻ പോട്ടെ മോളെ.